ഹലോ അസ്സാം വലൈക്കും. അപ്പം നമുക്കിന്ന് വലിയ പെരുന്നാളാണെന്ന് മാഷാ അല്ലാ. അപ്പോൾ നാട്ടിൽ നാളെയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നായതുകൊണ്ട് നമ്മളിതാ നേരം വെളുത്ത് എണീറ്റ് ഇതാ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി നല്ല ചിക്കൻ കറിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ല, കാരണം നമ്മളിന്ന് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ പരിപാടി മാത്രമേ ഉള്ളൂ എന്ന് എനിക്കിവിടെ. നമ്മൾ നാട്ടിൽ പോകുന്ന പ്രമാണിച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചേക്കാണ്. അപ്പം ഇനി പിന്നെ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞത് കാരണം ഇന്ന് ഇവിടെ ഉണ്ടാക്കിയില്ല. ഇത് പത്തിരിയൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇവർ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ആ പെട്ടിയൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടിയൊക്കെ കെട്ടലൊക്കെ കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ഏകദേശം ഒരു 2:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മളിത് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ലെഗോൺ ബിരിയാണി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടതൊക്കെ കഴിച്ച് തീർത്ത് പിന്നെ നമ്മൾ നേരെ പോയത് എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ ഏകദേശം ഒരു 4:30 ആകുമ്പോഴത്തേന് എയർപോർട്ടിലെത്തി. അവിടുന്ന് ആ ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തു, ബോർഡിംഗ് പാസ്സൊക്കെ ഇട്ട് മനാക്കയുടെ യാത്ര പറഞ്ഞു. കാരണം മനാക്ക നമ്മുടെ കൂടെ വരുന്നില്ല കേട്ടോ. മനാക്ക 21-ാം തീയതിയാണ് വരുന്നത്. നമ്മളിതാ എയർപോർട്ടിലൊക്കെ എത്തിയിട്ട് മക്കളിതാ ഫ്ലൈറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.